എല്ലാ സഖാക്കൾക്കും അഭിവാദ്യങ്ങൾ. ഇന്ന് ചെറുകാടിൻ്റെ ചരമദിനമാണ്. അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് നന്നായി. ഒരു വ്യക്തിയെ ഓർമ്മിക്കാൻ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുക്കണമെന്നില്ല. ഇവരൊക്കെ എക്കാലവും ഓർമ്മിക്കേണ്ടവരാണ്. കാരണം പറയാം. കേരളത്തിലെ മാറ്റത്തിൻ്റെ വഴികളിലെ ആദ്യ യാത്രക്കാരിൽ ഒരാളായിരുന്നു ചെറുകാട്. മുത്തശ്ശി, ശനിദശ, നമ്മളൊന്ന്, ഭൂപ്രഭു തുടങ്ങിയ മഹാഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ ചെറുകാട് ഗോവിന്ദപിഷാരടി എന്ന ചെറുകാടിനെ സാഹിത്യ വായനക്കാർക്ക് പുതുതായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ചെറുകാട് പോസ്റ്റർ എഴുതി ഒട്ടിച്ചും ടാറുകൊണ്ട് ചുമരെഴുതിയും ഒളിവിൽ കഴിഞ്ഞും പാഠകം പറഞ്ഞും പോലീസിൻ്റെ തല്ലുകൊണ്ടും ജയിലിൽ കിടന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ത്യാഗപൂർവം പ്രവർത്തിച്ച ഒരാളാണെന്ന് അറിയുന്നവർ വിരളമാണ്. എഴുത്തുകാരനായ കമ്മ്യൂണിസ്റ്റുകാരനും കമ്മ്യൂണിസ്റ്റുകാരനായ എഴുത്തുകാരനുമായിരുന്നു ചെറുകാട്. എങ്ങനെയാണ് ആ പുരോഗമന യാത്ര? 1930കളുടെ ആദ്യം പുലാമന്തോളിലെ കുന്നോത്തുപറമ്പിൽ യുവജനങ്ങൾ ഒരു സംഘമുണ്ടാക്കി. ഉൽപ്പതിഷ്ണുക്കളായ ആ യുവാക്കൾ യാഥാസ്ഥികത്വത്തിനെതിരെ ശബ്ദമുയർത്തി. അക്കാലത്ത് പുരുഷന്മാർക്ക് കുടുംബം വേണമെന്ന് നിർബന്ധമായിരുന്നു. പക്ഷേ കുടുംബ മുറിച്ച് തറവാട്ടുകാരന്മാരെ വെല്ലുവിളിക്കുകയാണ് ചെറുകാടും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരും ചെയ്തത്. ആ സംഘം അതിവേഗം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി. ചെറുകാടടക്കമുള്ളവരാണ് യുവജന സംഘത്തിൻ്റെ മുൻനിര പ്രവർത്തകർ. അവരുടെ അടുത്തേക്ക് കോൺഗ്രസ് നേതാവായ EP ഗോപാലൻ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്നു. യുവജന സംഘം പൂർണ്ണമായും കോൺഗ്രസ് ഘടകമാകുന്നതിന് പിന്നെ താമസമുണ്ടായില്ല. അവർ വിദേശ വസ്ത്ര വിപണനത്തിനെതിരെ പ്രചാരണം തുടങ്ങി. സ്വാതന്ത്ര്യം ജന്മാവകാശമാണെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. വെള്ളക്കാർ പുറത്തു പോകണമെന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. അയിത്തത്തിനെതിരെ പ്രചരണം നടത്തി മുതിർന്നവരുടെ നീരസം ഏറ്റുവാങ്ങി. അക്കാലത്താണ് ഗാന്ധിജിയെയും EMSനെയും കാണാൻ അവസരം ലഭിച്ചത്. സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ചെറുകാടടക്കം പഠിക്കുന്ന ക്ലാസ്സിൽ വന്ന് ആ വിവരം പറഞ്ഞത്. നാളെ ഗാന്ധിജി വരുന്നു പട്ടാമ്പിയിൽ, താല്പര്യമുള്ള കുട്ടികൾക്ക് പോയി കാണാം. ഔദ്യോഗികമായി പറയുകയല്ല, വിവരം അറിയിക്കുന്നു എന്ന് മാത്രം ഹെഡ് മാസ്റ്റർ വളരെ വിനീതനായി പറഞ്ഞു. ഗാന്ധിജിയുടെ പ്രസംഗം തർജ്ജമ ചെയ്ത് OMC നാരായണൻ നമ്പൂതിരിപ്പാട് ആയിരുന്നു. ഗാന്ധിജിയെ ഒരു അവതാര പുരുഷനാക്കി അവതരിപ്പിച്ച് ഭക്തി പ്രകടിപ്പിക്കുന്ന യാഥാസ്ഥിതിക കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടത്തിലല്ല താനെന്ന് ചെറുകാട് സ്വയം തിരിച്ചറിയുകയായിരുന്നു. അർദ്ധനഗ്നനായ രാഷ്ട്രീയ സന്യാസിയായാണ് താൻ അന്ന് ഗാന്ധിജിയെ ഉൾക്കൊണ്ടതെന്ന് പിൽക്കാലത്ത് ചെറുകാട് തുറന്നെഴുതിയിട്ടുണ്ട്. ചെറുകര ബാലമോദിനി സ്കൂളിൽ 7ാം ക്ലാസ്സിലാണ് ചെറുകാട് പഠിച്ചിരുന്നത്. അധ്യാപകരിൽ ചിലർ ചെറുകാടിൻ്റെ സഹപാഠികളുമാണ്. 8ാം ക്ലാസ് പാസ്സായാൽ തനിക്കും മാഷാകാം എന്നായിരുന്നു ചെറുകാടിൻ്റെ സ്വപ്നം. ഗാന്ധിജിയുടെ വരവിന് ശേഷം ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിവരം കിട്ടി EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഏലംകുളം മനയിൽ വന്നിട്ടുണ്ട് എന്ന്. അതായത് 1932 മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച EMS തൻ്റെ ഇല്ലത്തേക്ക് ഏതാനും ദിവസത്തെ താമസത്തിനായി വന്നിരിക്കുകയാണ്. സ്കൂളിലെ സാഹിത്യ സമാജത്തെ നയിക്കുന്നത് ചെറുകാടാണ്. നമ്പൂതിരിപ്പാടിനെ സ്കൂളിൽ സാഹിത്യ സമാജത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് ആറങ്ങോട്ടു ശേഖരപിഷാരടി മാസ്റ്റർ നിർദ്ദേശിച്ചു. സഹപാഠിയായ PV കുഞ്ഞൻ വാര്യരെയും കൂട്ടി ചെറുകാട് ഏലംകുളം മനയ്ക്കൽ എത്തുന്നു. ക്ഷണം സ്വീകരിച്ച് നമ്പൂതിരിപ്പാട് ചെറുകര സ്കൂളിൽ വന്ന സാഹിത്യ പ്രസംഗം നടത്തുന്നു. ഇത് ചെറുകാടും EMSും തമ്മിലുള്ള ഹാർദമായ ബന്ധത്തിന് തുടക്കം കുറിച്ചു. കോൺഗ്രസിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം കാണാൻ തുടങ്ങിയ ഒരു കാലമായിരുന്നു അത്. 1934 അവസാനമായപ്പോഴേക്കും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം അവിടെ പ്രവർത്തനം തുടങ്ങി. ചെറുകാടിന് രാഷ്ട്രീയത്തിൽ കൂടുതൽ കർഷകരെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് സാമ്പത്തികമായ അടിസ്ഥാനം കൊണ്ട് സൃഷ്ടിക്കുന്ന പുതിയ ആ പ്രസ്ഥാനത്തിൽ താല്പര്യമുണ്ടായി. ചെറുകരയിലെ നാടുവാഴി കുടുംബത്തിലെ കൈകാര്യകർത്താക്കളിൽ ഒരാളായ രാമുണ്ണി പിഷാരരുടെ വീട്ടിലെ പത്തായപ്പുരയിൽ ഇടയ്ക്കിടെ
ചെറുകാട് സന്ദർശിച്ചിരുന്നു. ദേശീയ നേതാക്കളുടെ ഫോട്ടോകൾ തൂക്കിയ പത്തായപ്പുരയായിരുന്നു അത്. ഉൽപ്പതിഷ്ണുവായ രാമനുണ്ണി പിഷാരടി ഇങ്ങനെ പറഞ്ഞു: ഇവിടെ ഒരു കഥാപുസ്തകമുണ്ട്, വലിയൊരു മനുഷ്യൻ്റെ കഥ, രാങ്വാൽ രാങ് എന്ന മനുഷ്യൻ്റെ കഥ. ഇവിടെ ഇരുന്ന് വായിക്കാമെങ്കിൽ തരാം, കൊണ്ടുപോകാൻ തരില്ല. 3 വാള്യങ്ങളുള്ള പാവകളുടെ 1-ാം വോള്യം 3 ദിവസം കൊണ്ട് ചെറുകാട് വായിച്ചു തീർത്തു. മറ്റു ഭാഗങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വായിക്കാൻ രാമനുണ്ണി സമ്മതിച്ചു. ആ വായനയാണ് തനിക്കൊരു പുതിയ വെളിച്ചം തന്നതെന്ന് ചെറുകാട് ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പാവങ്ങളുടെ രാഷ്ട്രീയമായിരുന്നു. പാവങ്ങളുടെ വായന ക്രമത്തിൽ കമ്മ്യൂണിസത്തിലേക്ക് ചെറുകാടിനെ എത്തിക്കുകയാണ് ഉണ്ടായത്. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറുകാട് സ്കൂൾ കൈയെഴുത്തു മാസികയുടെ പത്രാധിപരായിരുന്നു, സാഹിത്യ സമാജം സെക്രട്ടറിയും. പക്ഷേ സ്കൂളിൽ എന്തോ ഒരു തർക്കത്തിൻ്റെ മായി ബന്ധപ്പെട്ട് ചെറുകാട് അങ്ങേയറ്റം ക്ഷോഭിച്ച് സാഹിത്യ സമാജം അടക്കം ബഹിഷ്കരിച്ച് കോഴിക്കോട്ടേക്ക് കള്ളവണ്ടി കയറി. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ തോർത്തു വിരിച്ച് കിടന്നു. ചായ കുടിക്കാൻ പോലും കാൽ കാശില്ലാത്ത ഒരവസ്ഥയായിരുന്നു അത്. അദ്ദേഹം തെരുവിലിറങ്ങി ഇരുന്നു. പൈസ ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഒരു വൈദ്യമാസികയുടെ ഓഫീസ് കാണുന്നത്. അവിടെ കയറി ചായക്കാശ് ചോദിച്ചപ്പോൾ അതിൻ്റെ മുതലാളി പറഞ്ഞു, ഇരക്കരുത് എന്ന്. മാസിക തരാം, വിറ്റാൽ കമ്മീഷൻ 20% തരാം എന്ന് പറഞ്ഞു. ഒരു ചായക്കാശ്. മാസികയൊന്നും ചിലവായില്ലെങ്കിലും വിൽപ്പനക്കാരന് ദൈന്യം കണ്ട് ആ വൈദ്യശാലക്കാരൻ അദ്ദേഹത്തിന് കൊടുത്തു ഒരെണ്ണം. ചായ കുടിച്ച് ബാക്കി കൊണ്ട ബീഡിയും കടലാസും പെൻസിലും വാങ്ങുകയാണ് അദ്ദേഹം ചെയ്തത്. ബീഡി വലിച്ചൂതി ആ കടലാസിൽ അന്നത്തെ സംഭവങ്ങളെല്ലാം കേകവൃത്തത്തിൽ പദ്യമായി എഴുതി അതുമെടുത്ത് മാതൃഭൂമിയിലേക്കാണ് ചെറുകാട് നേരെ പോയത്. പത്രാധിപരായ പി. നാരായണൻ നായരെ കണ്ടു. ആ കവിത കൊടുത്തു. കവിതയ്ക്ക് കാശ് തരുമോ എന്ന് ചോദിച്ചു. ജോലി ചോദിച്ചു. കവിത മലങ്കാടൻ എന്ന തൂലികാ നാണത്തിൽ പിന്നീട് പ്രസിദ്ധീകരിച്ചു. നാട് വിട്ടതുകൊണ്ട് ജോലിയൊന്നും കിട്ടിയിരുന്നില്ല. നിരാശനായി ചെറുകാട് സ്കൂളിൽ തിരിച്ചെത്തുന്നു. അധ്യാപകനെ അധിക്ഷേപിച്ചുവെന്ന കുറ്റത്തിന് ഹെഡ്മാസ്റ്ററുടെ അടിശിക്ഷ ഏറ്റുവാങ്ങി പഠനം തുടരുന്നു. 8-ാം ക്ലാസ് ജയിക്കുക എന്നത് ജീവിതമാർഗമാണ്. അക്കാലത്തായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിൻ്റെ മലബാർ സന്ദർശനം. തെക്കേ മലബാറിൽ തുണ്ടമ്പറ്റയിലാണ് സ്വീകരണം. പക്ഷേ പുലാമന്തോളിൽ ഒരു സ്വീകരണം നടത്തിയേ തീരൂ എന്ന് അവിടെയുള്ള കോൺഗ്രസ്സുകാരായ ചെറുകാട് അടക്കമുള്ളവർ തീരുമാനിച്ചു. നടക്കില്ലെന്ന് നേതാവും പറഞ്ഞു. ചെറുകാട് അടക്കമുള്ളവരുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ ഗുരുവായിരുന്ന EP ഗോപാലൻ ആയിരുന്നു നേതാവ്. പക്ഷേ പുലാമന്തോൾ ഘടകം ഉറച്ചു നിന്നു. അവർ ആ യോഗം പുലാമന്തോളിൽ വേണമെന്ന് ശഠിച്ചു. അവർ വീടാന്തരം കയറിയിറങ്ങി പണം പിരിച്ചു. രാജേന്ദ്ര പ്രസാദ് പുലാമന്തോളിൽ ഇറങ്ങി അഭിവാദ്യം ചെയ്തു. അദ്ദേഹത്തിന് നാട്ടുകാർ പണക്കിഴി നൽകി. ചെറുകാടിനെ കമ്മ്യൂണിസത്തിലേക്ക് എത്തിച്ചത് വിക്ടർ യുഗോയുടെ പാവങ്ങളാണെന്ന് നേരത്തെ പറയുകയുണ്ടായി. ചെറുകാട് കമ്മ്യൂണിസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ജീവിതപാതയിൽ എഴുതിയിട്ടുണ്ട്. പാവങ്ങൾ എന്ന വിശ്വോത്തര കൃതിയിലെ പാവങ്ങളിലൂടെയാണ് മർദ്ദിത ജനതയോട് എനിക്കുണ്ടായ പ്രേമം ഒഴുകി വന്നത്. തിയറികളെ സംബന്ധിച്ച ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിരുന്നുവെങ്കിലും അതിലുമധികം ആത്മാർത്ഥമായ മർദ്ദിത വർഗപ്രേമം എന്നിലുയർത്തിയത് സാഹിത്യാനുഭൂതിയാണ്. പാവങ്ങളിലെ രാങ്വാൽ രാങ്ങിനെയും കൊസത്തുകുട്ടിയെയും ഗൗരാഷിനെയും തെനാർദിയറേയും രാവേറിനെയും തലയിലേറ്റി വള്ളുവനാട്ടിലെ ചെമ്മലശ്ശേരിയും കരിങ്ങനാട്ടും കൊണ്ടുവന്ന് വെച്ച് അവരിൽ അവറാനെയും മുഹമ്മദിനെയും അമ്മുക്കുട്ടി മിസ്ട്രസിനെയും സബ് ഇൻസ്പെക്ടർ ശങ്കർ നായരെയും കാണുക എന്നത് എനിക്കൊരു ആനന്ദമായിരുന്നു. ഈ കാലത്ത് ഞാൻ ഗൗരാഷ് കുട്ടിയുടെ പകർപ്പായി എഴുതിയ ഒരു ചെറുകഥയാണ് തെരുവിൻ്റെ കുട്ടി. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 3 ലക്കങ്ങളിലായി ഈ കഥ
സഖാവ് പി നാരായണൻ നായർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മറ്റൊരു കാര്യം, കൊടുമുണ്ടയിൽ നടന്ന കെ ദാമോദരൻ്റെ പാട്ടബാക്കി നാടകത്തിൻ്റെ അവതരണമാണ്. കർഷക സംഘം സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ആ നാടകം ചെറുകാടിൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടന്നു. കെ ദാമോദരനും എം പി ഭട്ടതിരിപ്പാടുമെല്ലാം അഭിനയിച്ച നാടകമായിരുന്നു അത്. എം പി ഭട്ടതിരിപ്പാടാണ് പാട്ടബാക്കിയിലെ കുഞ്ഞുമാളുവായി വേഷമിട്ടത്. ആ കുഞ്ഞുമാളു തൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ടുപോവുകയില്ലെന്ന് പിൽക്കാലത്ത് ചെറുകാട് അനുസ്മരിക്കുന്നുണ്ട്. നാടകം കണ്ട് ഇറങ്ങുമ്പോൾ ചെറുകാട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇൻക്ലാബ് സിന്ദാബാദ്. ഒരു പ്രധാന കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് ഉദ്ബുദ്ധ കേരളം എന്ന കൊടുമുണ്ടയിലെ ജാതിരഹിത കൂട്ടുജീവിതത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തോട് ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു അവതരിപ്പിച്ചത്. ആ ആശയത്തോട് ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു അവതരിപ്പിച്ചത്. ഉദ്ബുദ്ധ കേരളത്തെക്കുറിച്ച് കൂടി പറയണം. ജാതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യൻ കൂട്ടായി കൊടുമുണ്ടയിൽ കൂട്ടുജീവിതം തുടങ്ങി, ഒരുമിച്ച് പണിയെടുത്തു, കൃഷിയും കച്ചവടവും എല്ലാം നടത്തി, കിട്ടിയ വരുമാനം ഒരുമിച്ച് പങ്കിട്ടു, ഒരു അടുക്കളയിൽ നിന്ന് ഭക്ഷണമുണ്ടാക്കി. ജാതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട എല്ലാവരും അഭയം തേടി എത്തിയത് ഈ കോളനിയിലായിരുന്നു. മാത്രമല്ല, ആദ്യമായി നമ്പൂതിരി സമുദായത്തിൽ വിധവാ വിവാഹം കഴിച്ചത് MRBക്കും പത്നിക്കും അഭയം കൊടുത്തതും ആയിരുന്നു ഉദ്ബുദ്ധ കേരളം. വിപ്ലവപാതയിലെ ആദ്യ യാത്രക്കാരൻ ആയിരുന്നു അവരെല്ലാവരും. അക്കാലത്താണ് KN എഴുത്തച്ഛൻ്റെ പ്രേരണയിലും സഹായത്തിലും മലയാളം വിദ്വാൻ പരീക്ഷ പാസ്സായി ചെറുകര സ്കൂളിൽ മലയാളം പണ്ഡിറ്റായി ചെറുകാട് ചേരുന്നത്. ബന്ധുവായ RP എന്ന രാഘവപ്രസാദോടി ചെറുകാടിനോട് ഇങ്ങനെ പറയുകയുണ്ടായി, തൻ്റെ വീട്ടിൽ ഒരു രഹസ്യയോഗം ചേരാനുണ്ട്. ചെറുകാട് തൻ്റെ വീട്ടിലേക്ക് വേഗം എത്തി. പക്ഷെ അതിനു മുന്നേ തന്നെ ICP നമ്പൂതിരി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. യോഗത്തിനെത്തുന്നവരിലെ ഏറെയും പോലീസ് തിരയുന്നവരായതിനാൽ രഹസ്യസ്ഥലം വേണമെന്ന് ICP നിർദ്ദേശിച്ചു. വീട്ടിനോട് തന്നെ ചേർന്നുള്ള ചെറുകാട്ട് അമ്പലത്തിൻ്റെ തിടപ്പള്ളിയിലേക്ക് മാറാമെന്ന് തീരുമാനിച്ചു. KPG നമ്പൂതിരിയും പിന്നീട് രാമണ്യമേന എന്ന തമ്പാനും എത്തി. തമ്പാനാണ് നേതാവ്. ക്ലാസ് എടുക്കുന്നതും ആ നേതാവ് തന്നെ. അദ്ദേഹത്തിൻ്റെ പരപുച്ഛവും വഷളത്വവും ചെറുകാട് ജീവിതപാതയിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. തമ്പാൻ്റെ ഉണ്ടയില്ലാത്ത തോക്ക് എന്ന ഒരു അധ്യായം ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പൊളിച്ചെഴുത്തിലും കാണുന്നുണ്ട്. രാത്രിയും പകലുമായി അവിടെ മണിക്കൂറുകളോളം ക്ലാസ് നടന്നു. ഭക്ഷണവും മറ്റു ഒത്താശകളും ചെറുകാടിൻ്റെ വകയായിരുന്നു. ആ യോഗമാണ്, ആ ക്ലാസ്സാണ് വള്ളുവനാട് താലൂക്കിൽ കമ്മ്യൂണിസത്തിൻ്റെ വിത്ത് വിതച്ചെന്ന് ചെറുകാട് ഉറച്ചു വിശ്വസിക്കുന്നു. അടുത്ത ഒരു ദിവസം സ്കൂളിൽ പോയപ്പോൾ ഹെഡ്മാസ്റ്റർ അടക്കമുള്ളവർ ക്ഷോഭിച്ചു നിൽക്കുകയായിരുന്നു. സ്കൂളിലെ ഭിത്തിയിൽ ഇൻക്ലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, സാമ്രാജ്യത്വം തുലയട്ടെ എന്നീ മുദ്രാവാക്യങ്ങൾ ചെറുകാടിനെ അടക്കം സംശയിപ്പിക്കാനുള്ള ഒരു കാരണമായി. ചുമരെഴുത്ത് നോക്കി കുട്ടികൾ ഉറക്കെ വിളിച്ചു പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. എന്നാൽ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് പുലാമന്തോളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേര് പിടിക്കാൻ തുടങ്ങിയത് ഇതോടുകൂടിയായിരുന്നു. ചെറുകാട് ഭാര്യയെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. തറവാട്ട് ഭരണം കാരണവരെ തന്നെ തിരിച്ചേൽപ്പിച്ചു. സ്കൂളിനടുത്ത് ഒരു ഇല്ലത്ത് ട്യൂഷൻ എടുക്കാൻ അവസരം കിട്ടി. താമസവും ഭക്ഷണവും ആ ഇല്ലത്ത് തന്നെയായിരുന്നു. അവിടെ താമസിച്ചുകൊണ്ട് സ്കൂളിൽ പോക്കും ബാക്കി സമയം പാർട്ടി പ്രവർത്തനവും സ്റ്റഡി ഒക്കെയായി ചെറുകാട് നടന്നു. സ്റ്റഡീസ് ക്ലാസുകളിൽ മാത്രമല്ല, വോളണ്ടിയർ പരിശീലനത്തിലും മുടക്കം കൂടാതെ അദ്ദേഹം പങ്കെടുത്തു. കർഷക സംഘത്തിലും അധ്യാപക സംഘടനയിലും സജീവമായി. രാത്രിയിൽ ചുമരെഴുത്തുപണിയും പോലീസ് വരുമ്പോൾ രക്ഷപ്പെടുന്നതിനുള്ള സാഹസങ്ങൾ ആലോചിക്കലും വീഴ്ചയും പരിക്കുപറ്റലും ഒക്കെ ഈ കാലത്ത് ഉണ്ടായി. ICP നമ്പൂതിരിയുടെ കൂടെ വള്ളുവനാട് താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുകാടും പാർട്ടിയുടെ സന്ദേശവുമായി സഞ്ചരിച്ചു. നമ്മുടെ കവി, പ്രസ്ഥാനത്തിൻ്റെ കവി എന്നാണ് അദ്ദേഹത്തെ EMS നമ്പൂതിരിപ്പാട് പരിചയപ്പെടുത്തിയത്, ICPക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ചെറുകാട് ഇതിൽ ആവേശഭരിതനായി. പിന്നെ ICPയുടെ കൂടെ നടന്ന് ഭൂമിശാസ്ത്രവും രാഷ്ട്രീയവും ജനജീവിതവും പഠിച്ചുവെന്നാണ് ചെറുകാട് പറയുന്നത്.
അപ്പോഴാണ് പാവർട്ടി സംസ്കൃത കോളേജിൽ മലയാളം അധ്യാപകനായി നിയമനം ലഭിക്കുന്നത്. കോളേജിൽ അധ്യാപകനായി ചേർന്ന ചെറുകാടിന് പാർട്ടി നൽകിയ സന്ദേശം ചാവക്കാട് താലൂക്കിൽ പാർട്ടി കെട്ടിപ്പടുക്കുക എന്നതാണ്. ICP പറഞ്ഞു, ചാവക്കാട് പാർട്ടി വളരെ വീക്കാണ്, അത് പരിഹരിക്കണം എന്ന്. കോളേജ് അധ്യാപകനായ ചെറുകാട് കോളേജിലും രാഷ്ട്രീയം മറച്ചുവെച്ചില്ല. കമ്മ്യൂണിസ്റ്റ് ആയതിൻ്റെ പേരിൽ പിരിച്ചുവിട്ടാൽ അതും അനുഭവിക്കാമെന്നതായിരുന്നു ചിന്ത. പാവർട്ടിയിൽ താമസിക്കുന്ന ലോഡ്ജിൽ പാർട്ടിയുടെ നേതാവ് പങ്കെടുത്ത രഹസ്യയോഗം ചേർന്നത് മറ്റുള്ളവരിൽ നീരസമുണ്ടാക്കി. അതേ തുടർന്ന് രഹസ്യയോഗം ചേരാൻ സാധ്യമായ ഒരു വീട് വാടകയ്ക്കെടുത്തു. അത് പാർട്ടിയുടെ ഷെൽട്ടറായി മാറി. അവിടെ താമസിച്ചുകൊണ്ട് ചാവക്കാട് താലൂക്കിൽ ആകെ സഞ്ചരിച്ച് പാർട്ടിയും കർഷക സംഘവും കെട്ടിപ്പടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അടിപുഴകിയ സാമ്രാജ്യത്വം എന്ന സാമാന്യം വലിയ ഒരു ലഘുരേഖ മാത്രമാണ്, അതിൻ്റെ കോപ്പികൾ മാത്രമാണ് പാർട്ടി സാഹിത്യമായി ചെറുകാടിൻ്റെ കയ്യിൽ ആകെ ഉള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തെ സാമ്രാജ്യത്വവുമായി പാർട്ടി എതിർക്കുന്ന കാലത്തായിരുന്നു അത്. ആ ലഘുലേഖ വായിക്കലും വിശദീകരിക്കലുമായിരുന്നു പാർട്ടി യോഗങ്ങളിൽ പ്രധാനമായും നടന്നത്. കോളേജ് വിട്ടുകഴിഞ്ഞാൽ ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ കൂടെ അവരുടെ നാട്ടിൽ പോയി അവിടെയുള്ള കൃഷിക്കാരെയും തൊഴിലാളികളെയും കണ്ട് കോളേജിന് മുമ്പിലെ ബീഡിത്തൊഴിലാളികളോട് സംസാരിച്ച് യോഗങ്ങൾ ചേർന്നു. അങ്ങനെയൊക്കെയാണ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. വിദ്യാർത്ഥികളെ കൂടെ പോയി അവരുടെ വീട്ടിൽ താമസിച്ച് അവർ പരിചയപ്പെടുത്തുന്ന നാട്ടുകാരുമായി സംസാരിച്ച് പാർട്ടി കെട്ടിപ്പടുക്കുക, അതാണ് ചെറുകാട് ചെയ്തത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അങ്ങനെയാണ് ഒരു പ്രസ്ഥാനമുണ്ടായതെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. പാവർട്ടി മേഖലയിൽ മഹിളാ പ്രസ്ഥാനം ഉണ്ടാക്കാൻ ഒരാളെങ്കിലും വശത്തിലാക്കാൻ നല്ലവണ്ണം പാടുപെട്ടു ചെറുകാട്. നമ്മുടെ വിപ്ലവ പ്രസ്ഥാനം വളർന്നു വന്നത് എങ്ങനെയെന്നതിൻ്റെ ചെറിയൊരു രൂപം കിട്ടും അത് നമ്മൾ മനസ്സിലാക്കിയാൽ. മഹിളാ നേതാവ് വരുന്ന ദിവസം ഏതാനും മഹിളകളെയെങ്കിലും സംഘടിപ്പിക്കണം. അതിൻ്റെ ചുമതല ചെറുകാടിനായിരുന്നു. ആരെയും കണ്ടെത്താനാവുന്നില്ല. ഒടുവിൽ കോളേജിൽ താൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയെ പിന്തുടർന്ന് ലഘുലേഖ കൊടുത്തത് വായിക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം വായിക്കണം എന്ന് പറയുന്നു. ആ കുട്ടിയുടെ വീട്ടിൽ അടുത്ത ദിവസം മഹിളാ നേതാവിനായി ഭക്ഷണമൊരുക്കണമെന്നും അങ്ങനെ വളരെ സാഹസികമായാണ് ആ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്നും ഒക്കെ ഓർക്കണമെന്നും ആ കുട്ടിയോട് തന്നെ പറഞ്ഞു. 1942 യുദ്ധത്തെക്കുറിച്ചുള്ള പാർട്ടി നയം മാറിയതോടെ പലരും വലിയ പ്രതിസന്ധിയിലായി. അതിലൊരാളായിരുന്നു ചെറുകാട്. ഇന്നലെ വരെ പറഞ്ഞതിന് നേരെ വിപരീതമായി സംസാരിക്കേണ്ടി വരുന്ന പ്രയാസം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അനുഭവിച്ചു. ചാവക്കാട് താലൂക്കിൽ പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്ത നിരവധി ചെറുപ്പക്കാർ പാർട്ടി നയത്തിൽ പ്രതിഷേധിച്ച് വിട്ടുപോകുന്നത് കണ്ട് വലിയ ഖേദമായി ചെറുകാടിന്. അദ്ദേഹം ഫാസിസത്തിനെതിരായ പോരാട്ടമാണ് തൽക്കാലം പ്രധാനമെന്ന ആ പാർട്ടിയിലെ നന്നായി മനസ്സിലാക്കി. പക്ഷേ പ്രവർത്തകരെയും അനുഭാവികളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവുക സാധ്യമായിരുന്നില്ലെന്ന് ചെറുകാട് വളരെ വ്യക്തമാക്കി. ലോകയുദ്ധം ജനകീയ യുദ്ധമായി മാറിയെന്ന സമീപനം പാർട്ടി സ്വീകരിച്ചതോടെ നേതാക്കളും പ്രവർത്തകരും ജയിൽ മോചിതരായി. പാർട്ടി നിയമവിധേയമായി പ്രവർത്തിക്കാൻ തുടങ്ങുകയായിരുന്നു അക്കാലത്ത്. കോഴിക്കോട് പാർട്ടി മുഖപത്രമായി ദേശാഭിമാനി തുടങ്ങി. നാട്ടിൽ മുഴുവൻ പാർട്ടി ഓഫീസുകൾ തുടങ്ങി. ഈ ഘട്ടത്തിലാണ് ചെറുകാട് മംഗളോദയം മാസികയുമായി ബന്ധപ്പെടുന്നത്. AKTKM വാസവൻ നമ്പൂതിരിപ്പാടിൻ്റെ പത്രമായിരുന്നു അത്. അവിടെ മുണ്ടശ്ശേരിയായിരുന്നു പത്രാധിപർ. പിൽക്കാലത്ത് പ്രേംജിയായി അറിയപ്പെട്ട ഈ MB ഭട്ടതിരിപ്പാട് അവിടുത്തെ മറ്റൊരു ചുമതലക്കാരനായിരുന്നു. MB ഭട്ടതിരിപ്പാട് ഒരു ദിവസം ചെറുകാടിനോട് പറഞ്ഞു, തൻ്റെ ഒപ്പം വരണം, ജാപ്പ് വിരുദ്ധ യുദ്ധമേളകളിൽ പാട്ടുപാടണം, കവിതകൾ അവതരിപ്പിക്കണം, കലാപരിപാടികൾ നടത്തണം. അങ്ങനെ ചെറുകാട് പാവർട്ടി സംസ്കൃത കോളേജിലെ മലയാളം ലെക്ചറർ സ്ഥാനം രാജിവെച്ച് MB ഭട്ടതിരിപ്പാടിനോടൊപ്പം കോഴിക്കോട്ടേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെ
ദേശാഭിമാനിയിൽ കൂടിയാലോചന. ഉദ്യോഗം രാജിവെച്ചത് കൊണ്ട് പാർട്ടിയിൽ ഫുൾ ടൈമറായി തന്നെ ചെറുകാട് രാപ്പുവിരുദ്ധ പാഠകം തയ്യാറാക്കി അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ദേശാഭിമാനി ഫണ്ട് പിരിവിന്റെ ഭാഗമായിരുന്നു കലാവതരണ പരിപാടികളെല്ലാം. ചെറുകാട് പാഠകവുമായി മലബാറിലാകെ സഞ്ചരിച്ചു. പിന്നീട് പുലാമന്തോൾ സ്കൂളിൽ മലയാളം അധ്യാപകനായി ചേർന്ന ചെറുകാട് പാർട്ടി പ്രവർത്തനം സാധാരണ പോലെ തന്നെ തുടർന്നു. പാർട്ടിയുടെ പ്രചരണത്തിനായി തുള്ളൽ പാട്ടുകൾ എഴുതി അവതരിപ്പിക്കാനും തുടങ്ങി. തുള്ളലും പാഠകവും പാട്ടുകളുമായി പാർട്ടി പ്രവർത്തനം മുന്നോട്ട് നീങ്ങി. 1943 ബോംബെയിൽ നടന്ന ഒന്നാം പാർട്ടി കോൺഗ്രസിൽ ചെറുകാടിൻ്റെ നേതൃത്വത്തിൽ തുള്ളൽ കളി അവതരിപ്പിച്ചു. പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന വള്ളുവനാട് താലൂക്ക് സമ്മേളനത്തിൽ പൊതുയോഗത്തിൽ അധ്യക്ഷ വഹിച്ചത് പോളകുമാരൻ മാഷാണ്. മൊറാഴ ചെറുത്തുനിൽപ്പിൻ്റെ നായകരിൽ ഒരാളായ കുമാരൻ മാഷ് വള്ളുവനാട്ടിൽ ചെറുകാടിൻ്റെ കുടുംബ വീടുകളിൽ മാറി മാറി താമസിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. രമണൻ എന്ന പേരായിരുന്നു കുമാരൻ മാഷ് അറിയപ്പെട്ടിരുന്നത്. ചെറുകാടിൻ്റെ ഭാര്യയായ ലക്ഷ്മിക്കുട്ടി ടീച്ചറും ഇക്കാലമാവുമ്പോഴേക്കും രാഷ്ട്രീയമായി പ്രബുദ്ധത നേടിയിരുന്നു. വള്ളുവനാട് താലൂക്ക് സമ്മേളനത്തിൽ രമണൻ എന്ന തൻ്റെ കൊച്ചു കുഞ്ഞിനെയും എടുത്ത് രമണൻ്റെ അല്ലെങ്കിൽ പോള കുമാരൻ മാഷയുടെ ഒപ്പം അവർ എത്തുകയുണ്ടായി. തിരിച്ച് ചെറുകാടിനൊപ്പം വീട്ടിലെത്തിയപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ പാർട്ടിക്ക് സുശക്തമായൊരു സംഘടനയുണ്ട്. ചെറുകാട് പ്രതികരിച്ചു, സഖാവേ, ഇതാണ് നമ്മുടെ പാർട്ടി, വള്ളുവനാട് താലൂക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് ആയതിൻ്റെ പേരിൽ, ജാതി മേധാവിത്വത്തെ വെല്ലുവിളിച്ചതിൻ്റെ പേരിൽ, സാധാരണക്കാരുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളും തിരസ്കാരങ്ങളും ഉണ്ടായി. വേദന നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു അതെല്ലാം. പക്ഷേ അതൊന്നും ആ ദമ്പതികളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയില്ല. പാർട്ടി ജനറൽ സെക്രട്ടറി PC ജോഷി EMSനോടൊപ്പം പട്ടാമ്പിയിലേക്ക് പോകുമ്പോൾ പുലാമന്തോളിൽ നിർത്തിച്ച് സ്വീകരണം കൊടുത്തത് ചെറുകാടിൻ്റെയും മറ്റും നേതൃത്വത്തിലായിരുന്നു. അവിടെ വെച്ച് EMS ജോഷിയോട് പറഞ്ഞു, ഇത് നമ്മുടെ കവിയാണ്. ചെറുകാട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു സംഭവമായിരുന്നു അതെന്ന് പിൽക്കാലത്ത് ഓർമ്മിച്ചിട്ടുണ്ട്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ മലബാർ മേഖല ജോയിന്റ് സെക്രട്ടറിയായി ചെറുകാടിനെ തിരഞ്ഞെടുത്തു. കൊടികെട്ടലും രാധവിളിയും മെഗാഫോൺ പ്രചരണവും യോഗം നടത്തലും വീടുകളിൽ പോയി ബോധവൽക്കരണവും നേതാക്കൾക്ക് ഷെൽട്ടർ ഒരുക്കലും അടക്കമുള്ള പ്രവർത്തനങ്ങളും പ്രചരണത്തിനായി സർഗാത്മക പ്രവർത്തനവും ചെറുകാട് ഒരേ സമയം നിർവഹിച്ചു. എഴുത്തുകാരനായാലും സാധാരണ പ്രവർത്തകർ ചെയ്യുന്ന പ്രവർത്തനം നടത്തിയേ തീരൂ എന്നതായിരുന്നു ചെറുകാടിൻ്റെ സിദ്ധാന്തം. പാർട്ടിയുടെ പ്രചരണത്തിനായി നമ്മളൊന്ന് എന്ന നാടകം ചെറുകാട് എഴുതുന്നത് 40കളുടെ രണ്ടാം പകുതിയിലാണ്. ദേശാഭിമാനി മേളയിൽ അവതരിപ്പിക്കാൻ ജന്മിത്തത്തിനെതിരെ ഒരു നാടകം TP ഗോപാലൻ അടക്കമുള്ള നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വളരെ വേഗത്തിൽ എഴുതുകയാണ് ഉണ്ടായത്. പാട്ടബാക്കി നൽകാത്തതിനാൽ ഒഴിപ്പിക്കാൻ കോടതിയും കൂട്ടുനിന്ന പ്രശ്നത്തിൽ പാർട്ടി ശക്തമായ പ്രതിഷേധമുണർത്തിയത് ഒരു സംഭവമായിരുന്നു. വിലക്കുകളെല്ലാം ലംഘിച്ച് പുലാമന്തോളിൽ കർഷകർ നടത്തിയ വമ്പിച്ച പ്രകടനത്തിൽ രക്തപതാകയുമേന്തി മുമ്പിൽ നടന്നത് ചെറുകാടായിരുന്നു. അതിനിടയ്ക്കാണ് കൽക്കത്ത തീസിസ് വരുന്നത്. അതിനെ തുടർന്ന് പാർട്ടി പ്രവർത്തനം കൂടുതൽ പ്രയാസകരമായി, സാഹസികമായി. കോൺഗ്രസിൻ്റെ ഒരു പൊതുയോഗത്തിൽ ചെറുകാട് അടക്കമുള്ള സഖാക്കൾ കടന്നു ചെന്ന് ചോദ്യങ്ങൾ ഉയർത്തി ബഹളം വയ്ക്കുകയും ചെയ്തു. പക്ഷേ യോഗം കലക്കാനാവാതെ ജാഥയായി പോകേണ്ടി വരികയാണ് ഉണ്ടായത്. അത് മക്കരപ്പറമ്പ് ജാഥ കേസ് എന്ന പേരിൽ കേസ് ചാർജ് ചെയ്തു. മധ്യവേനൽ അവധി കഴിഞ്ഞ സ്കൂൾ തുറന്ന ദിവസം ആയിരുന്നു അത്. 1942 ജൂണിൽ പോലീസ് സ്കൂൾ വളഞ്ഞു. ഹെഡ് മാസ്റ്ററായ CRനെയും ചെറുകാടിനെയും അറസ്റ്റ് ചെയ്തു. 2 ദിവസം ലോക്കപ്പിൽ കിടന്നു. പിന്നീട് വിട്ടയച്ചു. പക്ഷേ അറസ്റ്റ് ചെയ്തപ്പോൾ സ്റ്റേഷൻ റൈറ്റർ വാങ്ങിവെച്ച പേന ചെറുകാടിന് തിരിച്ചു കൊടുത്തില്ല. തൻ്റെ പ്രിയപ്പെട്ട പേന തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട് റൈറ്ററെ സമീപിച്ചു. കേസ് കഴിഞ്ഞേ തരൂ എന്ന് പറഞ്ഞ അയാൾ നീരസത്തോടെ തിരിച്ചയച്ചു ചെറുകാടിനെ. ചെറുകാട് ഉടൻ തന്നെ മജിസ്ട്രേറ്റിനോട് ചെന്ന് കാര്യം പറഞ്ഞു. മജിസ്ട്രേറ്റ് ചെറുകാടിനെ വളരെ ബഹുമാനത്തോടെ പെരുമാറുകയും
റൈറ്ററെ കോടതിയിലേക്ക് വിളിപ്പിച്ച് പേന വാങ്ങി നൽകുകയും ചെയ്തു. ഏതാനും ദിവസം കഴിഞ്ഞ് സ്കൂൾ ഇൻസ്പെക്ടർ പുലാമന്തോൾ സ്കൂൾ പരിശോധിക്കാൻ എത്തി. ഹെഡ്മാസ്റ്റർ അവധിയായതിനാൽ ചെറുകാടിനാണ് ചാർജ്. പരിശോധന മറ്റൊരു ദിവസമാകാമെന്ന് പറഞ്ഞ് വഴക്കായി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് പിരിച്ചുവിടലാണ്. ഹെഡ്മാസ്റ്ററായ സിയാറിനെയും ചെറുകാടിനെയും പിരിച്ചുവിട്ടു. കാരണം കമ്മ്യൂണിസ്റ്റ് എന്നതായിരുന്നു. ക്ലാസ്സിൽ കമ്മ്യൂണിസം പറഞ്ഞുവെന്ന അടക്കമായിരുന്നു കുറ്റം. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും സ്വാതന്ത്ര്യ സമരനായകനായ AKG കാരാഗ്രഹത്തിൽ ഇത് സ്വാതന്ത്ര്യമാണോ എന്ന് ചെറുകാട് ചോദിച്ചത് രഹസ്യാന്വേഷണ വിഭാഗം വലിയ കുറ്റമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. താലൂക്കിലെ മറ്റ് നിരവധി പേരുടെ സർട്ടിഫിക്കറ്റുകളും റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് ജീവിതം ബുദ്ധിമുട്ടുകളൊക്കെയായി പോയി. ചെറുകാട് തകർന്നില്ല. പാർട്ടിയുടെ ജാഥകളിലും മറ്റ് പ്രചരണത്തിലും പങ്കെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയില്ല. ജീവിതമാർഗമായി ഭാഗമായി കിട്ടിയ സ്ഥലത്തിൻ്റെ ഒരു പങ്ക് വിറ്റ് ആയുർവേദ വൈദ്യശാല തുടങ്ങി. പോലീസും കോൺഗ്രസും അവരുടെ ജോലി തകൃതിയായി നടത്തുകയായിരുന്നു. ചെറുകാടിൻ്റെ വീട്ടിൽ രാത്രികളിൽ റെയ്ഡും ഭീഷണിയും പതിവായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വന്ന് മാതൃഭൂമിയിൽ പരസ്യം ചെയ്താൽ രക്ഷപ്പെടാമെന്ന് പോലീസ് ഇൻസ്പെക്ടർ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. ചെറുകാട് അത് പുച്ഛിച്ചു തള്ളി. ഒടുവിൽ ഭാര്യയെ ഭീഷണിപ്പെടുത്തി. ഭാര്യയുടെ കൂടി ജോലി നഷ്ടപ്പെട്ടാൽ ചെറുകാട് രാജിയാവുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചു. പക്ഷേ ആ ഭീഷണി വകവയ്ക്കാതെ കുടുംബം കൂടുതൽ ആവേശത്തോടെ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ചെറുകാട് വീട്ടിനടുത്തുള്ള ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് താമസം മാറി. ആ ദിവസം തന്നെയാണ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി വീട് വളഞ്ഞ് അകത്തു കയറി പുസ്തകങ്ങളടക്കം രേഖകളെല്ലാം എടുത്തുകൊണ്ടുപോയത്. അടുത്ത ദിവസം ചെറുകാടിൻ്റെ മകനായ രവീന്ദ്രനെ പിടിച്ചു കൊണ്ടുപോയി ഭേദ്യം ചെയ്തു. മുലകുടി പ്രായത്തിലുള്ള മോഹനൻ അവരെ പേടിപ്പിച്ച് കരയിച്ചു. ഒരാഴ്ചയോളം നീണ്ട അതിക്രമമാണ് വീട്ടിൽ നടന്നത്. ചെറുകാടിനെ ഹാജരാക്കിയില്ലെങ്കിൽ വീട് കത്തിച്ചു കളയുമെന്ന് ഭീഷണിയുണ്ടായി. വീട്ടിനകത്തു കയറി സാധന സാമഗ്രികൾ ആകെ നശിപ്പിച്ചു. കിടക്കകൾ ബയണറ്റ് കൊണ്ട് കുത്തിക്കീറി. ഭക്ഷ്യധാന്യങ്ങൾ നശിപ്പിച്ചു. വീട്ടിലെ കാർഷിക ജോലി ചെയ്തിരുന്ന ആളെ പണിക്ക് പോകുന്നതിന് വിലക്കി. മുത്തശ്ശി എന്ന നോവലിൽ നാണി മിസ്റ്റേഴ്സിന്റെ വീട്ടിൽ നടക്കുന്ന ഈ അതിക്രമങ്ങൾ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. പണിയെടുക്കാൻ സമ്മതിക്കാതെ ഇരിക്കലും വീട്ടിൽ നടക്കുന്ന അതിക്രമങ്ങളും ഒരേ കണ്ണുകൊണ്ടേ കാണാൻ കഴിയും. ഒടുവിൽ വളരെ പ്രധാനപ്പെട്ട ആ ഒരു ദിവസം വരികയാണ്. 1949 ആഗസ്റ്റ് 19 സഖാവ് കൃഷ്ണപിള്ളയുടെ 1-ാം ചരമവാർഷികം. പുലാമന്തോളിൻ്റെ ഹൃദയഭൂമിയിൽ കൃഷ്ണപിള്ള ദിനത്തിൽ ചെറുകാട് പരസ്യമായി പ്രസംഗിക്കണം. അതായിരുന്നു പാർട്ടി നിർദ്ദേശം. ആ നിർദ്ദേശം ശിരസാവഹിച്ച് പ്രസംഗിച്ച ചെറുകാട് തൻ്റെ ഷെൽട്ടറിലെത്തി രേഖകളെല്ലാം എടുത്ത് രക്ഷപ്പെട്ടു. ദീർഘനാളത്തെ ഒളിവ് ജീവിതമായിരുന്നു പിന്നീട്. അതിനുശേഷം ഒരു ദിവസം വീട്ടിലെത്തിയപ്പോൾ അവിടെ പോലീസ് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ചെറുകാടിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ചെറുകാട് വിചാരിച്ചു, ഞാനൊരു എഴുത്തുകാരൻ, മാന്യനായ അധ്യാപകൻ, അതിനാൽ അനാവശ്യമായി തല്ലുകയൊന്നും ഉണ്ടാകില്ല എന്ന്. ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ നായരുടെ മുമ്പിൽ എത്തുന്നതുവരെ അതാണ് കരുതിയത്. പക്ഷേ ആദ്യം ഇടത്തെ ചെകിട്ടത്തും പിന്നീട് വലത്തെ ചെകിട്ടത്തും ആ പോലീസ് ഇൻസ്പെക്ടർ ആഞ്ഞടിച്ചു. ബൂട്ടിട്ട കാലുകൊണ്ട് മുതുകത്ത് ചവിട്ടി. വാനിൽ കയറ്റുന്നതിന് മുമ്പായി മറ്റു രണ്ട് പോലീസുകാരുടെ വക ചൂരപ്രയോഗവും ഉണ്ടായി. ദീർഘനാളത്തെ കാരാഗ്രഹത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ഒരിക്കൽ മാത്രമാണ് ഞാൻ ചെറുകാടിനെ കാണുന്നത്. 1970-72 കാലത്ത് പട്ടാമ്പി കോളേജിലെ ഓഫീസിന് തൊട്ടു മുകളിലുള്ള നട്ടുംപുറത്ത് പ്രീ ഡിഗ്രി ചരിത്രം ക്ലാസ്സിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു ഞാൻ. മുറിക്കയ്യൻ ഷർട്ട്, ഒറ്റമുണ്ട്, ഇടത്തെ തോളിൽ ചുവന്ന ഒരു സഞ്ചി തൂക്കി ഒരാൾ നടന്നു പോകുന്നു. എൻ്റെ സഹപാഠികളിൽ ഒരാൾ പറഞ്ഞു അത് ചെറുകാടായിരുന്നു എന്ന്. ചെറുകാടിനെ ഓർക്കാൻ പിന്നെ ഒരവസരമുണ്ടായത് മുത്തശ്ശി നോവലിലെ ശനിയൻ സഭ രംഗാവിഷ്കാരം നടത്തി അവതരിപ്പിച്ച സമയത്തായിരുന്നു. KSCAയുടെ അധ്യാപക കലോത്സവം പട്ടാമ്പി വെച്ച് നടക്കുമ്പോഴായിരുന്നു അത്.
ആ നാടകത്തിൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ആയി വേഷമിട്ടത് ഞാനായിരുന്നു. പ്രൊഫസർ പുളിയപ്പറ്റ ഗംഗാധരൻ്റെ നേതൃത്വത്തിൽ കേലു, മണികണ്ഠൻ, പ്രഭാപുരം തുടങ്ങിയവരുടെ സംവിധാനത്തിലാണ് ശനിയൻ സഭ അവതരിപ്പിച്ചത്. കൊറിയോഗ്രാഫി ഡോക്ടർ NK ഗീതയായിരുന്നു. എന്നാൽ അതിനും എത്രയോ മുന്നേ തന്നെ മുത്തശ്ശി നോവൽ മുഴുവനും നാടകമാക്കി രംഗത്ത് അവതരിപ്പിച്ചത് അതിഗംഭീരമായിരുന്നു. പറഞ്ഞു വരുന്നത്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ചും ഇടതുപക്ഷ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും ചെറുകാടിനെ പോലുള്ള ഒരു മഹാവ്യക്തിയെ മറക്കരുത് എന്നാണ്. ആ ഓർമ്മകൾ ഓണം, തിരുവാതിര, വിഷു തുടങ്ങിയ പോലെ വെറും ആണ്ടറുതികളും ആകരുത്. ചെറുകാട് അവാർഡ്. ചെറുകാടിൻ്റെ സ്മരണാർത്ഥം പെരിന്തൽമണ്ണയിലെ ചെറുകാട് സ്മാരക ട്രസ്റ്റ് നൽകുന്ന സാഹിത്യ അവാർഡാണ് ചെറുകാട് അവാർഡ്. 1978 മുതൽ നൽകി വരുന്ന ഈ അവാർഡിന് ആദ്യം അർഹനായത് KS നമ്പൂതിരിയായിരുന്നു. ഒരിക്കൽ ദേശാഭിമാനി വാരികയിൽ ശ്രീ ചെറുകാടിനെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പ് നമ്മുടെ മുൻ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ്റെതായി വന്നിട്ടുമുണ്ട്. ചെറുകാട് നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് കൂടി ഷെൽട്ടർ എന്നായിരുന്നു. വീട് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെ നല്ല ധാരണ ഉണ്ടായിരുന്നെന്ന് ഈ പേര് കേട്ടാൽ തന്നെ മനസ്സിലാകും. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ സംരക്ഷണ കേന്ദ്രം, സുരക്ഷാ കേന്ദ്രം എന്നൊക്കെയാണ്. ഞാനൊരു അമ്പലവാസിയാണ് എന്ന് പറഞ്ഞാണ് ചെറുകാടിൻ്റെ ജീവിതപാത എന്ന ആത്മകഥ തുടങ്ങുന്നത്. അമ്പലവാസികൾക്കിടയിലെ മരോഗത്തായ സമ്പ്രദായം, അദ്ദേഹത്തിൻ്റെ ജീവിത വഴിയിൽ സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളും അവ തരണം ചെയ്യാനുള്ള പോരാട്ടങ്ങളുമാണ് ഈ ജീവിതപാത എന്ന ആത്മകഥയുടെ അടിയൊഴുക്ക്. 76 കേരള സാഹിത്യ അക്കാദമി അവാർഡും 77 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കരസ്ഥമാക്കിയ ജീവിതപാതയ്ക്ക് അവതാരിക എഴുതിയത് EMS നമ്പൂതിരിപ്പാടാണ്. കാരണവരുടെ നിർദ്ദയമായ പെരുമാറ്റവും കർക്കശമായ കുടുംബഭരണവും കാരണം വീട്ടിലുള്ളവർക്കെല്ലാം നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളിൽ മനം നൊന്ത് ചെറുകാട് ഗോവിന്ദപിഷാരടി ഉള്ളിൽ ഉറപ്പിച്ചു, വലിയൊരാളാകണം, കാരണവരെ മുട്ടുകുത്തിക്കണം, കുടുംബത്തെ രക്ഷിക്കണം. ആ ദൃഢനിശ്ചയമാണ് അദ്ദേഹത്തെ സാഹിത്യകാരനും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും ആക്കിയത്. പ്രിയ സഖാക്കളെ, 1976 ഒക്ടോബർ 28 ചെറുകാട് അന്തരിച്ചു. ചെറുകാടിനെ ഓർത്തുകൊണ്ട് എല്ലാ സഖാക്കൾക്കും ലാൽ സലാം.